നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ടൊരു ഡിസ്കഷൻ നടക്കുകയാണ്. അതായത് കെ മുരളീധരനാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ കേരളത്തെ ദീർഘകാലം ഭരിച്ചിരുന്ന കെ കരുണാകരൻ പേര് പുതുതായി വരുന്ന മെഡിക്കൽ കോളേജിൽ ഇടണം എന്നുള്ള അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് കെ മുരളീധരൻ തന്നെ അഭിപ്രായം പലതായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് തുടങ്ങുന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജിന് ശ്രീ കെ കരുണാകരന്റെ പേരിടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വളരെ സജീവമായിട്ട് വന്നിരുന്നു. ഈ പിറക്കാൻ പോകുന്ന കുട്ടിക്ക് പേരിടുന്നതിന് പകരം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, കരുണാകരൻ എറണാകുളത്ത് ഒരു എയർപോർട്ട് കൊണ്ടുവരുന്നു, അതും ഷെയർ പിരിച്ചിട്ട് കൊണ്ടുവരുന്നു, അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയൊക്കെ ചേർത്തിട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് നട്ടപ്രാന്താന്ന് പറഞ്ഞ ആൾക്കാരാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന സഖാക്കളും ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ കാക്ക കൂട് കൂട്ടുന്നത് പോലെ ഓരോരോ ഈർക്കിൽ കൊണ്ടുവന്ന് ആ വിമാനത്താവളം സാക്ഷാത്കരിച്ചു. അപ്പോൾ ആ വിമാനത്താവളത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ച് ഏറ്റവും കൂടുതൽ പ്രകടനം നടത്തിയ ശർമ്മ എന്നുള്ള CPM നേതാവ് തന്നെ അതിന്റെ ചെയർമാനായി. ഇപ്പോഴതിന്റെ ബോർഡിൽ ആരാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ഇന്ത്യയിൽ ലാഭകരമായിട്ട് ഓടുന്ന അപൂർവ വിമാനത്താവളങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന വിമാനത്താവളമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അതിന് ശ്രീ കെ കരുണാകരന്റെ പേരിടാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു മകൻ എന്നുള്ള രീതിയിൽ കെ കരുണാകരനോട് ശ്രീ മുരളീധരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അൺവയബിൾ ആയിട്ടുള്ള ഒരു എയർപോർട്ട് പ്രൊജക്റ്റ് ആയിട്ടായിരുന്നു. പക്ഷേ ശ്രീ കെ കരുണാകരൻ എന്ന ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി മാത്രമായിരുന്നു ആ വിമാനത്താവളം ഉയർന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം. ഇന്ന് ആ വിമാനത്താവളം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന വിമാനത്താവളങ്ങളിലൊന്നാണ്. അപ്പം വളരെ ദീർഘദൃഷ്ടിയോടെ ശ്രീ കെ കരുണാകരൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് സിയാൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഈ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ശ്രീ VS ശിവകുമാർ അനൗൺസ് ചെയ്തതായിരുന്നു. അദ്ദേഹം ഇത് തുടങ്ങി വെച്ചെങ്കിലും തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നതിനോട് പലർക്കും യോജിപ്പില്ലായിരുന്നു. അത് ഏത് ലോബിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത്, ഇതൊക്കെ ചെയ്യേണ്ട ആള് ശ്രീ മുരളീധരനെക്കാളും കൂടുതൽ ശ്രീ VD സതീശനാണെന്ന് ഞാൻ പറയും. കാര്യം, പനമ്പള്ളി നഗറിലുള്ള പത്മജയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു 15 വർഷത്തിന് മുമ്പ് പത്മജ എന്നോട് ഈ മുരളീധരൻ രാഷ്ട്രീയത്തിൽ വരാനുണ്ടായ സാഹചര്യം, എവിടെ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് വന്നത്, ആരാണ് കൊണ്ടുവന്നത്, എങ്ങനെയാണ് കൊണ്ടുവന്നത്, ഇതെല്ലാം വളരെ വിശദമായിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം ശ്രീമതി പത്മജ ഞാനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതൊരു ഞാനന്ന് മീഡിയയിലോട്ട് വന്നിട്ടില്ല, ഒരു ഇന്റർവ്യൂ ആയിട്ടല്ലായിരുന്നു, ഒരു സ്വകാര്യ സംഭാഷണമായിട്ട് കൂട്ടിയാൽ മതി. അത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഈ 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിനെ മതിക്കുന്നു. അപ്പോൾ മുരളീധരനെക്കാളും ഈ കാര്യം എറണാകുളത്തെ എയർപോർട്ടിന് ഈ പേര് കൊടുക്കേണ്ട ബാധ്യത ശ്രീ VD സതീശനാണെന്ന് എനിക്കറിയാം. എന്നോട് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്തായാലും ഈ ചില ഓർമ്മപ്പെടുത്തലുകൾ ചിലർക്ക് നല്ലതായിട്ട് തന്നെ വരും. നന്ദി, നമസ്കാരം.